ഇവിടെ ഡോക്ടർ മദൻ മോഹന്റെ വീട് ഏത് ഭാഗത്തായിട്ടാ? ഡോക്ടറല്ലേ? നേരെ തെക്കോട്ട് നടന്നോളി. കുറെ കഴിയുമ്പോ വലത്തോട്ട് എസ്റ്റേറ്റിലേക്ക് ഒരു വഴി കാണും. അവിടെ ആരോട് ചോദിച്ചാലും കാണിച്ചു തരും. അല്ല, നിങ്ങൾ എവിടുന്ന? മദ്രാസിന്നാ. അവനെ വെച്ചുള്ള പരിചയമാവും. അതെ. എന്താ പേര്? അനന്തൻ. വരട്ടെ. ഡോക്ടറില്ലേ മോളെ? അമ്മേ, അച്ഛനെ ആരോ വന്നിരിക്കുന്നു. അദ്ദേഹം പുറത്തു പോയല്ലോ. ഉച്ചയ്ക്ക് മുമ്പ് വരും. ഞങ്ങളിന്ന് നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോഴേക്കും എത്താതിരിക്കില്ല. മനസ്സിലായില്ലല്ലോ. ഞാൻ മദ്രാസ് വെച്ചുള്ള പരിചയം. ആര് വന്നു പറയണം. വേണ്ട, ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. തള്ളിക്കാൻ உங்களுக்கு குழந்தை பிறந்தாச்சு. ஆண் குழந்தை ஹாஸ்பிட்டல் இருக்காங்க. മോൻ മിടുക്കനാണല്ലോ. ഡോക്ടർ മദന്റെ വീട്ടിൽ പോയി. വിവരങ്ങൾ അറിഞ്ഞു. എന്നിട്ട് വന്നിട്ടില്ല. വരും. അഡ്രസ്സിൽ മാറ്റമുണ്ടത്രേ. സത്യം പറയാനെന്താ? ആശ്വസിപ്പിക്കാൻ വേണ്ടി നുണ പറയണ്ട. മദൻ എന്നെ തേടി വരില്ലല്ലേ? പ്ലീസ് അനന്തൻ, എന്തു തന്നെയാണെങ്കിലും പറയൂ. ഞാൻ പിടിച്ചു നിന്നോളാം. എന്നാലും സത്യം അറിഞ്ഞോട്ടെ. പറയൂ അനന്തൻ, പ്ലീസ്. മദന് ഭാര്യയും കുഞ്ഞുണ്ട്. വിഷമിക്കരുതല്ലോ എന്ന് കരുതി മറച്ചു വെക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഈ മുഖത്ത് നോക്കി കള്ളം പറയാൻ കഴിയുന്നില്ല. அனந்தா, இப்படி குத்து கல்லாட்டம் உட்கார்ந்துருந்தா எப்படி? இன்னைக்கு தானே ஸ்ரீதேவி ஆஸ்பத்திரியில இருந்து கூட்டிட்டு வரணும். போக வேண்டாமா? ബില്ല് പേ ചെയ്തു. നമുക്ക് ശ്രീദേവിയുടെ ചേട്ടന് വിവരത്തിന് എഴുതാം. വേണ്ട. എനിക്ക് ആരുമില്ലാണ്ടായി. ആരും. ഞാൻ അനന്തന്റെ കൂടെ പോന്നോട്ടെ. ശ്രീദേവിക്ക് എന്നും എന്റെ കൂടെ പോരാവില്ല. കൂടെ പോന്നാൽ എനിക്കൊരു ജീവിതം തരാമോ? ശ്രീദേവി അറിഞ്ഞിരുന്നുവെന്ന് പോലും ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഇവിടെ വെച്ച് കണ്ടുമുട്ടിയ നിമിഷം മുതൽ ഈ ഒരു ചോദ്യം മാത്രമേ ഞാൻ കുറിച്ചിട്ടുള്ളൂ. സ്വപ്നം കണ്ടിട്ടുള്ളൂ. പക്ഷേ ശരിയാണ്. ഇന്നെനിക്കൊന്നിനും അർഹതയില്ലാണ്ടായി. അർഹത നഷ്ടപ്പെട്ടത് എനിക്കാണ്, ശ്രീദേവിക്കല്ല. പറയാം, എപ്പോഴായാലും അറിയാനുള്ളതാണ്. ഞാൻ തന്നെ പറയും. ഡോക്ടർ മദൻ ശ്രീദേവി അറിഞ്ഞുകൊണ്ട് ചതിക്കാമെന്ന് മനസ്സിലായപ്പോൾ ഉള്ളില് എന്റേതായില്ലെങ്കിലും
നന്മ മാത്രമേ ശ്രീദേവിക്ക് വരാവൂ എന്ന് കരുതുന്ന എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാനൊന്ന് വീണ്ടും അയാളെ തെളിച്ചെന്നു. ഭാര്യയും കുഞ്ഞുമില്ല, അയാളൊറ്റയ്ക്ക്. ഓ, നിങ്ങളോ? പേര് ഞാൻ മറന്നു. സാരമില്ല, ആളെ പറഞ്ഞില്ലല്ലോ. വന്ന കാര്യം മനസ്സിലായില്ല. സിംഗപ്പൂരിൽ പോയെന്നൊരു നുണക്കഥ എഴുതി അയച്ചിട്ട് സുഖമായി ഇവിടെ കഴിയുകയായിരുന്നു അല്ലേ? നിഷ്കളങ്കയായ ഒരു പാവം പെൺകുട്ടിയെ ചതിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കാൻ. നിങ്ങൾ ഈ സ്ത്രീകളുടെ കാര്യത്തിൽ ഇത്ര സെൻസിറ്റീവ് ആയാലോ? നിങ്ങളുടെ എന്ന പോലെ എന്റെയും ഒരു ഫേവറേറ്റ് ആയിരുന്നു ശ്രീദേവി. ദാറ്റ്സ് ഓൾ. അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞ്, ആ കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങളല്ലേ? നിങ്ങൾ ഇങ്ങനെ ഒരു വിഡ്ഢിയായാലോ? എനിക്ക് അനേകം ഗേൾഫ്രണ്ട്സ് ഉണ്ട്. അതിൽ ആരെങ്കിലും ഗർഭം ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വെറുതെ ക്ഷോഭിക്കുന്നതിന്. ഞാനും ശ്രീദേവിയും തമ്മിൽ ലോഹ്യമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പല സ്ഥലത്തും പോയിട്ടുമുണ്ട്. ഐ അഗ്രി. പക്ഷേ നിങ്ങൾ തമ്മിൽ അടുപ്പമില്ലായിരുന്നോ? നിങ്ങളുടെ കൂടെ അവൾ സിനിമയ്ക്ക് വന്നിട്ടില്ലേ? ഹോട്ടലിൽ വന്നിട്ടില്ലേ? ക്ഷേത്രത്തിൽ വന്നിട്ടില്ലേ? ഞാനും നിങ്ങളും അല്ലാതെ വേറെയും പുരുഷന്മാരെ അവളുടെ ജീവിതത്തിൽ നാരി കണ്ടു. യു സി, ഇറ്റ് ഈസ് സോ സിമ്പിൾ. മദൻ, നിങ്ങൾ സൂക്ഷിച്ചു സംസാരിക്കണം. എന്ത് സൂക്ഷിക്കാൻ? ഇറങ്ങി പോടും. Get out! ശ്രീദേവിയുടെ മോന്റെ അച്ഛന്റെ ചോര പുരണ്ട കൈകളാണിത്. ഇല്ല, ആനന്ദം തെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ടിയാണ് ഈ വിരലുകൾ ചോരയണിഞ്ഞത്. ഈ മനസ്സ് കാണാൻ വൈകിപ്പോയതാണ് എന്റെ തെറ്റ്. ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു, അല്പം വൈകി. ഇല്ല, എന്റെ അനന്തരം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇല്ല ശ്രീദേവി, പോയല്ലേ പറ്റും. പോയാൽ തിരിച്ചു വരുന്ന ദിവസവും കാത്ത് ഞാനും കുഞ്ഞും ഇവിടെ കഴിയും. ഞങ്ങളുണ്ടാവും അനന്ത, ഞങ്ങളുണ്ടാവും തുണയ്ക്ക്. ഇരുമ്പഴിക്കുള്ളിൽ കഴിയുമ്പോഴും എനിക്ക് ഓർക്കാനും സ്വപ്നം കാണാനും എന്നെ കാത്തിരിക്കുന്ന ഈ മുഖമുണ്ടല്ലോ. എത്ര നാൾ കഴിഞ്ഞിട്ടായാലും ഞാൻ തിരിച്ചു വരും.